എന്താ ഓനെ ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പുതുക്കാട് ഇന്നലെ മിന്നൽ ചുഴലി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭയങ്കര കാറ്റായിരുന്നു, വീട്ടിലൊക്കെ ഇരുന്നപ്പോൾ അടിപൊളി കാറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കേരള വിഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൺ ഫൈബറുകൾ റോഡുകളിലും സൈഡിലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പൊട്ടി എന്ന് പറഞ്ഞിട്ട് വിപിൻ ചേട്ടൻ രാവിലെ ഫൈബർ അടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വിപിൻ ചേട്ടൻ പറഞ്ഞാണ് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലെ ഷീറ്റ് പറന്ന് പോയിട്ടാണ് പോസ്റ്റ് പിടിച്ചിട്ട് പോസ്റ്റൊക്കെ വളഞ്ഞ് കമ്പി ഫൈബർ പൊട്ടിയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ മൊത്തം ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഷീറ്റെല്ലാം കൂടെ തെറിച്ച് പോന്ന് ഈ ഹൈവേയിലുള്ള ഈ കമ്പികളിൽ തട്ടി അതൊക്കെ പൊട്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം മൊത്തം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഞാൻ അവിടെ ചെന്നിട്ട് ശരിക്കും അവിടെ എന്താ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ മേലെ നിന്ന് പറന്നു വന്ന ഷീറ്റൊക്കെ കാണിച്ചു തരാം. ഈ ഒരു ഏരിയ മൊത്തമായിട്ട് നേരെ, അതായത് അതിൻ്റെ സ്റ്റേക്കാല് പോലും, അതായത് അതിൻ്റെ കാലുകൾ തൊട്ട് സകല കമ്പികൾ ഷീറ്റും അടക്കം നേരെ പോയി പോസ്റ്റിൽ ഇടിച്ചിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഷീറ്റുകളൊന്നും അനക്കം സംഭവിച്ചിട്ടില്ല, എന്നാൽ എല്ലാ ബാക്കിലുള്ള ഷീറ്റും ഫ്രണ്ടിലേക്ക് പറന്നു പോയിട്ടുണ്ട്. അതായത് ഈ സൈഡിൽ നിന്ന് ഒരു ബുക്കിൻ്റെ പേജ് മടക്കി അങ്ങനെ ഇരിക്കും, അതുപോലെ ഇവിടെ നിന്നുള്ള ഷീറ്റുകൾ മൊത്തം മടക്കി നേരെ കൊടുന്ന് പോസ്റ്റും ഉണക്കാനുണ്ട്. പോസ്റ്റിൻ്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടില്ലേ? ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ആൾക്കാർ ഇപ്പോഴും പോകുന്നുണ്ട്, കമ്പികളൊക്കെ ഒരു വിധത്തിൽ KSEBക്കാർ ഇപ്പോൾ ഫൈബർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പുറത്തെ KSEBക്കാർ എന്തൊക്കെയോ നോക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. ആ ഫ്രണ്ടിലുണ്ടോ ഷീറ്റ്, ഇതൊക്കെ പറന്നു വന്നാണ്. അതായത് ഈ സൈഡത്തെ ഒറ്റ ഷീറ്റ് വന്നില്ല, അപ്പുറത്തെ സൈഡത്തെ മൊത്തം പറന്നു വന്ന് നേരെ ഇതിലടിച്ച്. അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ വിപിൻ ചേട്ടൻ ഫുൾ ഓൺ പവറിലായിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഞെട്ടൊന്നും വേണ്ട, സ്റ്റേക്ക് വേണ്ടി കുത്തി വെച്ചിട്ടില്ല, ഫൈബർ കെട്ടാൻ വേണ്ടി വിപിൻ ചേട്ടൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആളുകൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ എന്ത് റിസ്ക് എടുത്തിട്ട് യാത്ര ചെയ്യണമെന്നുള്ള അവർക്ക് പോലും അറിയില്ല. അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഓരോരുത്തർ. കുഴപ്പമില്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി അപകടം വരുത്തി വെക്കാതെ മാക്സിമം എല്ലാവരും ശ്രമിക്കുക എന്നുള്ള പറയാനുള്ളൂ. ഇനി ഇതുപോലുള്ള അപകടങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം, കാരണം അമ്മാതിരി കാറ്റും മഴയാണ്. ഈ ഒരു ഷീറ്റ് ഇട്ട ഭാഗം ഇത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു, ഞാനും ചെയ്തിരുന്നു, വിഷ്ണു, നമ്മളൊപ്പമുള്ള വിഷ്ണു ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ രണ്ടുപേരും വീഡിയോ ചെയ്തൊരു കണ്ടൻറ്റ് ആയതുകൊണ്ട് പറയുകയാണ്, അവരത് വന്ന് അന്ന് തന്നെ എല്ലാ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഇറക്കി തന്നു കേട്ടോ. അതിൻ്റെ ആൾക്കാരെല്ലാ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചെയ്തൊരു കാര്യം അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ട്. കൂടുതലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വീഡിയോ ഞാനിവിടെ അതിൻ്റെ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ ബൈ.